എന്നെ ടെസാ നല്ലല്ലോ പ്രശാന്ത് വിളിക്കാറ്. എന്നെ എന്താ വിളിക്കാറ്? ടെസാപ്പി എന്നാ വിളിക്കാറ്. ഒരു പീയും കൂടി ഉണ്ട്. ലാൽ ജോസ് പോലൊരു ഡയറക്ടറിന്റെ സിനിമ മമ്മൂക്കയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി വരുമല്ലോ. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ദിസ് വിൽ ബി മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആരെങ്കിലും പ്രേമിച്ചു പോവോ എന്തായിരുന്നു. ചക്കപ്പഴത്തിൽ ആക്ച്വലി ഒരു അമ്മ ക്യാരക്ടർ ആയിരുന്നു ചെയ്തത്. പിന്നെ അതൊരു ഡിഫറൻസ് സംഗതിയല്ലേ, ഈ ഇപ്പൊ തന്നെ റെക്കോർഡ് സിംഗ് സൗണ്ട്. വൈ ഡിഡ് യു ഡു മോർ മൂവീസ് എന്നാ ചോദിച്ചത്. അപ്പൊ അത് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ഇയാളെ തന്നെ മതി. ഡയറക്ടർ പറഞ്ഞു ടെസ്സ വേണ്ട. വെള്ളിത്തിരയിൽ കണ്ടിട്ടുള്ള മെഗാസ്റ്റാറോടൊപ്പം ഒക്കെ നിൽക്കുമ്പോ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഇത്രയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് ആ പർട്ടിക്കുലർ പേഴ്സണിന് എനിക്കൊന്ന് മെസ്സേജ് ഇടണം തോന്നി. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു. ഈവൻ ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് മേക്കിംഗ് എ പേഴ്സൺ ഹാപ്പി, ഡോണ്ട് മേക്ക് ദാറ്റ് പേഴ്സൺ ഫീൽ സാഡ് അബൌട്ട്. വർഷ ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. ഹായ്, ഞാൻ ടെസ്സ ജോസഫ്. ഇന്ന് പ്രൈം പോഡ്കാസ്റ്റിൽ പ്രശാന്തുമായിട്ട് ഞാൻ കാണാം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. എന്നെ ടെസാ നല്ലല്ലോ പ്രശാന്ത് വിളിക്കാറ്. എന്നെ എന്താ വിളിക്കാറ്? ടെസാപ്പി എന്നാ വിളിക്കാറ്. ഒരു പീയും കൂടി ഉണ്ട്. ആ പീ ഞാൻ പ്രശാന്തിലേക്ക് പ്രശാന്തിന്റെ പീ ആഴിയതാ ഞാൻ ടെസാപ്പി എന്ന് വിളിച്ചത്. അത് എന്താ പറയാ, ഒരു വലിയ ബന്ധത്തിന്റെ തുടക്കമായി. കാരണം എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന സീരിയല് ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് അതിൽ ടെസ്സയാണ് നായികയെന്ന് അറിയുന്നത്. എന്നാൽ ആദ്യ ദിവസം അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിനു മുൻപ് എന്നോട് പറഞ്ഞിരുന്നത് വേറെ ആക്ട്രസിന്റെ പേരാണ്. ഇന്നേ വരെ മലയാള സിനിമയിൽ ഞാൻ ആ പട്ടാളം എന്ന് പറയുന്ന സിനിമയിൽ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമയും ഇഷ്ടപ്പെട്ട കാസ്റ്റിംഗും ആയിരുന്നു. കറക്റ്റ് കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സിനിമ. ആ സിനിമയ്ക്ക് ശേഷം ഞാൻ പിന്നീട് കണ്ടിട്ടേ ഇല്ല. നേരിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല പല ആക്ട്രസുകളെയും. ഇപ്പൊ മഞ്ജു ആയാലും അല്ലെങ്കിൽ നവ്യ നായർ അല്ലെങ്കിൽ ഭാവന, കാവ്യ മാധവൻ, ഇവരെയൊക്കെ പല ഒക്കേഷനിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവാർഡ് നൈറ്റ് ഫംഗ്ഷൻസിൽ കണ്ടിട്ടുണ്ട്, പല ഒക്കേഷനിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ടെസ്സേനെ മാത്രം ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണുന്നു, ഭയങ്കര സന്തോഷം. പിന്നെ കൂടുതൽ പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഞാനാണ് അങ്ങോട്ട് ഓടി ഒന്ന് സംസാരിച്ചത്. അതെ അതെ അതെ, പ്രശാന്ത് മാറി നിൽക്കായിരുന്നു. പ്രശാന്ത് ഇച്ചിരി ജാടെ ഇട്ടാണോ അതോ പേടിയായിരുന്നോ എനിക്കറിയാം. സത്യം, എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ആദ്യമാണല്ലോ. എന്തായാലും വളരെ സന്തോഷം ഇന്നിപ്പോ ടെസ്സാപ്പിയോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നില്ല. എനിക്കും സന്തോഷം പ്രശാന്ത്. കുറെ നാൾക്ക് ശേഷമാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നതും. അതെ അതെ. ഇപ്പോ ഈ ഫസ്റ്റ് സിനിമ പട്ടാളത്തിന് ശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പിന് ശേഷം 1-2 സിനിമകളിലൊക്കെ വന്നു. അതെ അതെ. പിന്നെ നീണ്ടൊരു ഇടവേളയായിരുന്നു അല്ലേ? ആക്ച്വലി പട്ടാളത്തിന് ശേഷമാണ് നീണ്ടൊരു ഇടവേള. അതെ, കല്യാണം കഴിഞ്ഞ് ഞാനങ്ങ് പോയി. അതിനുശേഷം എന്റെ രണ്ടാമത്തെ മോനായി കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഓ ശരി. അപ്പൊ ഈ പട്ടാളത്തിന് ശേഷം ഉടനെ മറ്റ് എൻക്വയറീസ് ഒന്നും വന്നു. തമിഴിൽ നിന്ന് വന്നു, മലയാളത്തിൽ നിന്ന് ലാൽ ജോസ് പോലൊരു ഡയറക്ടറിന്റെ സിനിമ മമ്മൂക്കയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി വരുമല്ലോ. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ദിസ് വിൽ ബി മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. ഓ ശരി. കാരണം ആ ഒരു സപ്പോർട്ട് ഫാക്ടർ എനിക്ക് കിട്ടാത്തത് കൊണ്ട്. കാരണം എന്താ വെച്ചാൽ എവിടുന്നാണ് കിട്ടാതിരുന്നത്? കുടുംബത്തിൽ നിന്നാണോ? ഫാമിലിയിൽ നിന്ന് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടാളം ചെയ്യുമ്പോൾ ഞാൻ ഗ്രാജുവേഷൻ സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അമ്മയുടെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ കല്യാണം കഴിപ്പിച്ച് വിടണം എന്നുള്ളതാണ് അമ്മയ്ക്ക്. ബിക്കോസ് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഇപ്പൊ മക്കളുള്ളപ്പോ അവരെ സേഫ് ആയിട്ട് ഒരു ഹാൻഡ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഈ പട്ടാളം എന്നൊരു സിനിമ വരുന്നത്. കാരണം ഞാൻ ആങ്കർ ആയിട്ട് ഇരിക്കുമ്പോ അപ്പോഴാണ് ഈ ഒരു ഓഫർ വരുന്നത്. അമ്മയും വിചാരിച്ചില്ല, ഫാമിലിയിൽ ആരും വിചാരിച്ചില്ല, ഞാനും വിചാരിച്ചില്ല. അപ്പൊ പിന്നെ മൂവീസ് വീണ്ടും ഇങ്ങനെ ഓഫേഴ്സ് ഒക്കെ വരുമ്പോ അതിലേക്കായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ലൈഫ് വേണ്ടാന്ന് ഞാൻ പറയുവോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ആയിരിക്കും. അതോ ഇനിയും ഞാൻ ആരെങ്കിലും പ്രേമിച്ചു പോവോ എന്തായിരുന്നു, അമ്മയുടെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. അമ്മ പറഞ്ഞു ഇത് മാത്രം ചെയ്താൽ മതി, അപ്പുറം ചെയ്യാൻ പോകണ്ട. അതും ഞാനും എന്റെ അപ്പനും കൂടെ കുറെ കൺവിൻസ് ചെയ്തിട്ടാണ് അമ്മ ഇതിൽ സംസാരിച്ചത്. ലാലുവേട്ടനും വന്ന് സംസാരിച്ചു. അങ്ങനെ മല്ലിക സുകുമാരൻ വിളിച്ച് എന്നോട് സംസാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക്. അങ്കിള് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. എന്താന്ന് വെച്ചാല് അങ്കിള് ഒരു ആക്ടർ ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതെ, അച്ചാച്ചന് സോറി ഞാൻ അച്ചാച്ചൻ അപ്പനായിട്ടോ വിളിക്കുന്നത്. ഞങ്ങൾ കോട്ടയംകാരെ. ഇപ്പൊ ചിലര് വിചാരിക്കും ഗ്രാൻഡ് ഫാദർ ആണെന്ന്. പക്ഷെ അച്ചാച്ചൻ ഇങ്ങനെ ഇപ്പോഴും ജിസിന്റെ ഒക്കെ സിനിമയില്, ജിസ് ജോയുടെ സിനിമയിലൊക്കെ ചെറിയ റോൾസ് പിന്നെ നന്നായിട്ട് പാടും. കലാകാരൻ. അതെ, ഞാൻ നന്നായിട്ട് പാടും എന്നല്ല പറയേണ്ടത്, വളരെ എന്താ പറയാ, ഒരു നമ്മുടെ ഭാവഗായകൻ പി ജയേന്ദ്ര സാറിന്റെ ഒക്കെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ആ ഒരു പാട്ടൊക്കെ പാടിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. വളരെ ഗംഭീരമായിട്ട് പാടി. പലപ്പോഴും പല ഒക്കേഷനിൽ ഞങ്ങൾ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ആഘോഷിക്കുമ്പോ പാട്ടൊക്കെ, അങ്കിളിന്റെ പാട്ടൊക്കെ. അങ്ങനെ ഒരു സപ്പോർട്ട് കുറവ് വന്നതുകൊണ്ടാണ് ബാക്കി വന്ന ഓഫേഴ്സ്. ഇതും അമ്മയുടെ ഓൺ
പേടി മാത്രമല്ലായിരുന്നു, ഫാമിലിന്ന് കുറെ ആൾക്കാർ കല്യാണം കഴിക്കാൻ പ്രയാസം വരും കേട്ടോ, പിന്നെ വല്ലോ ഫാമിലിയിലൊക്കെ ചെന്ന് ആക്ട്രസ് അല്ലേ എനിക്ക് വേണ്ട, അപ്പൊ നല്ല ഫാമിലിന്ന് പ്രപ്പോസൽസ് വരില്ല, പിന്നെ ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോ. അല്ല, ആ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു അല്ലേ? 2005 ഞാൻ എന്റെ കല്യാണം. പക്ഷെ അന്നും റിബല്യസ് ആയിട്ടുള്ള ആളുകളുണ്ട്, എനിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോയെന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ചിലപ്പോൾ ഇല്ലായിരുന്നായിരിക്കും, എന്തോ ഓരോരുത്തർക്ക് ഓരോ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ പ്രശാന്ത്. അല്ലെ, കൈരളി ടി വിയിലായിരുന്നില്ലേ ഫസ്റ്റ് ആങ്കർ ആയിട്ട് തുടങ്ങിയത്? കൈരളി ടി വി. ഹലോ ഗുഡ് ഈവനിങ്. അതെ അതെ, ഹലോ ഗുഡ് ഈവനിങ് ആയിരുന്നു. അതെ, ആ സമയത്ത് സെൻട്രൽ റിസാസിൽ പഠിക്കുന്നുണ്ട്. ആ പ്രോഗ്രാം കണ്ടിട്ടാണോ ലാൽ ജോസ് സാറ്? അതെ അതെ. ഓ, അത് ശരി. അപ്പൊ ഫസ്റ്റ് സിനിമയുടെ അപ്രോച്ച് വന്നപ്പോ വീട്ടിൽ എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? അത് പറഞ്ഞ തന്നെ അമ്മ പറഞ്ഞു, വേണ്ട സിനിമയിലൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതായിരുന്നു, പേടിയായിരുന്നു. ഓക്കെ. പക്ഷെ പിന്നെ ലാലുവേട്ടൻ എന്റെ അപ്പന്റെ ഓഫീസിൽ പോയി. അതൊക്കെ ഞാൻ പറയാ, അതൊക്കെ ഇന്നത്തെ കാലത്താണെങ്കിൽ ആരെങ്കിലും അത് ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. ഓഫീസിൽ പോയി സംസാരിച്ചു, ക്യാരക്ടർ എന്താന്ന് പറഞ്ഞു. ഈ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അവളുടെ ലൈഫിൽ ഒരു പ്രശ്നവും അത് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ക്യാരക്ടർ ആണല്ലോ. അപ്പൊ ലാലുവേട്ടനും അറിയാം, ആ സമയത്ത് എനിക്കൊന്ന് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിന്ന് തന്നെ ഒരു കാത്തലിക് കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ എനിക്ക് എങ്ങനെ പറയാമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ വളരെ കുറച്ച് ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ആ ഒരു. അപ്പൊ അതിന്റെ ഒരു, ഇപ്പം ലാലുവേട്ടൻ പറഞ്ഞില്ല, എനിക്കറിയാം എങ്ങനത്തെ ഒരു ഫാമിലിയാണ് നിങ്ങളെന്നൊക്കെ അറിയാം, അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല, ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ ഒന്ന് കൺവിൻസ് ചെയ്ത് കംഫർട്ടബിൾ ആക്കിയിട്ടാണ്. അത്ര എഫേർട്ട് എടുത്തു ലാലുവേട്ടൻ. അതിനൊക്കെ ഒരുപാട് ഐ എം താങ്ക്ഫുൾ ടു ലാലുവേട്ടൻ. അത്ര എഫേർട്ട് എടുത്ത് സംസാരിച്ച് അങ്ങനെ. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. പിന്നെ അബുദാബിയിൽ സെറ്റിൽഡ് ആയി. കല്യാണം കഴിഞ്ഞ് ഡൽഹിയിലായിരുന്നു ഹസ്ബൻഡ്. ഡൽഹിയിൽ ഒരു 2 years കഴിഞ്ഞിട്ട് ഞാൻ അബുദാബിയിലേക്ക് പോയി. ഇപ്പൊ അബുദാബിയിലാണ്. അതെ. അപ്പൊ ഫസ്റ്റ് മോൻ ഉണ്ടായതിനു ശേഷമാണ് പിന്നീട് ഒരു സിനിമയിലേക്ക് വരുന്നത്. അതെ അതെ. അതേത് മൂവിയായിരുന്നു? ഞാൻ സംവിധാനം ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു മൂവി, ബാലേന്ദ്ര മേനോൻ. അതെ അതെ. പക്ഷെ ആ സിനിമ ഡിൻ വർക്ക് വെൽ. അപ്പൊ എനിക്കത് ഭയങ്കര സങ്കടം. തിരിച്ചൊരു വരവ് വന്നിട്ട് ആ ഒരു സിനിമ നന്നായിട്ട്, പക്ഷെ പിന്നെ അതിൽ നിന്നുണ്ടാക്കിയ കോണ്ടാക്ട്സും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. കാരണം മക്കളുണ്ട് വീട്ടില്, ഹസ്ബൻഡ് ഉണ്ട്, അപ്പം ട്രാവൽ ചെയ്യണം. പിന്നെ അബുദാബിയിൽ ആയതുകൊണ്ട് അതിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ വിളിക്കുമ്പോ ചിലർ പറയും, ഓ ഇപ്പൊ നാട്ടിലില്ല അല്ലേ, അവിടെയാണോ? ഓ അങ്ങനെയാണെങ്കിൽ വേണ്ട. ആ ഒരു അന്ന് കൊല്ലങ്ങൾ മുമ്പ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഒരു 3.5 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എത്തും. അതുകൊണ്ട് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാത്ത കാരണം കുറച്ചും കൂടെ ഫ്രീക്വന്റ് ആയിട്ട് വരാൻ പറ്റുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫാമിലി ലൈഫിലേക്ക് വന്നപ്പോ ഹസ്ബൻഡ് അനിലേട്ടൻ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. അനിൽ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പൊ അനിൽ എന്നെ കാണാൻ വന്നപ്പോ തന്നെ എന്നോട് ചോദിച്ചത്, വൈ ഡിഡ് യു ഡു മോർ മൂവീസ് എന്നാ ചോദിച്ചത്. അപ്പൊ അത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് ഇയാളെ തന്നെ മതി. നമ്മുടെ ആള് ഇയാളാ. കാരണം പുള്ളി ഡൽഹി ജനിച്ചു വളർന്ന ആള്. അപ്പൊ എല്ലാ പ്രൊഫഷനും, ആർട്ടിസ്റ്റ്, എന്ത് പ്രൊഫഷനും അതിന്റേതായ ഒരു ഇതുണ്ട്. അപ്പൊ അതിലിപ്പോ പുള്ളി പറഞ്ഞ ആക്ട്രസ് ആണെങ്കിൽ കല്യാണം പെട്ടെന്ന് നടക്കുകയല്ലേ ചെയ്യുന്നത്, നടക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? അതാണ് പുള്ളി ചിന്തിച്ചത്. നമ്മൾ ചിന്തിച്ചതിന്റെ ഓപ്പോസിറ്റ് വേർഷൻ. അതാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ അമ്മയാണെങ്കിൽ എന്നെ വളർത്തിക്കൊണ്ട് വന്ന് ഇങ്ങനെ വെച്ചാൽ രാവിലെ ഒരുപാട് നേരം കിടന്നുറങ്ങരുത്, സാറ്റർഡേ സൺഡേ ഒക്കെ കിച്ചണിൽ കയറി കുറച്ചൊക്കെ പഠിക്ക്, ഒരു വീട്ടിൽ ചെന്ന് കയറാനുള്ള കുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് വളർത്തിക്കൊണ്ട് വന്നതൊക്കെ. പക്ഷെ അതും ഗുണം ചെയ്തു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് നന്നായിട്ട് ഗുണം ചെയ്തു. കാരണം ഞാൻ പോയത് എന്റെ ഇൻലോസും ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അവരുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും, കാരണം ഞാൻ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ വളർന്നത്. അപ്പൊ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, ഇല്ല എന്ന് ഞാൻ പറയാൻ പറ്റില്ല. അടിപൊളി. പക്ഷെ ഈ ജനറേഷനോടൊന്നും അത് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നീട് അനിലേട്ടന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് നമ്മുടെ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ ചെയ്യുന്നത്. പിന്നീട് മോന് 2 വയസ്സേ ഉള്ളൂ. 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട്, അതായത് അനിലിന്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വരുമ്പോ അവർക്ക് 2 വയസ്സുള്ള അസുഖങ്ങൾ വരാം, ഭക്ഷണ കാര്യങ്ങള് ഫീഡ് ചെയ്യണം, എല്ലാം ചെയ്യണം. അതെല്ലാം പുള്ളി ചെയ്തു. എന്നോട് പറഞ്ഞു, ഇനിയിപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് നോക്കാം എന്നുള്ളത്, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. കാരണം പുള്ളി കാണുന്നുണ്ട്, ഞാൻ അബുദാബിയിലാണെങ്കിൽ ഇങ്ങനെ മോൾസിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ഓരോരുത്തർ ഒന്ന് ഫോട്ടോ എടുക്കുന്നു, എന്താ ചെയ്യാത്തേന്ന് ചോദിക്കുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, എല്ലാരും ചോദിക്കുന്നുണ്ടല്ലോ, സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ശരിക്കും പുള്ളിയുടെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വരാൻ എന്നെ എന്തോരം പുള്ളി സപ്പോർട്ട് ചെയ്യുന്നു, അതെല്ലാം. ശരി. പിന്നീട് മറ്റൊരു മൂവി ഗോൾഡ് കോയിൻസ് ചെയ്തു, മറുപടി. പിന്നെ തലവൻ ഈ അടുത്തിറങ്ങി വളരെ ഹിറ്റായി മാറി. പിന്നെ ഇപ്പൊ ഒരു ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇപ്പൊ ബിപിൻ കൃഷ്ണ എന്ന് പറഞ്ഞ ഡയറക്ടർ, 21 ഗ്രാംസിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് മൂവി സാഹസ് എന്ന് പറഞ്ഞൊരു മൂവിയിലാണ് ഒരു IT ഹെഡ് ആയിട്ടൊരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ. ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ ഒന്നുമല്ല, ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് ക്യാരക്ടർ.
നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഷൂട്ടിംഗ് ഒക്കെ ആയിരുന്നു. അപ്പം എന്തൊക്കെയാണെന്ന് അതെനിക്കിപ്പോ പറയാൻ പറ്റില്ല, കാരണം ദാറ്റ്സ് എ സസ്പെൻസ് ഓഫ് ദ മൂവി. ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അതെ, തലവലിനാണെങ്കിൽ പോലും ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ഇല്ലെങ്കിലും നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയല്ല, അതിന്റെ ഒരു മർമ്മപ്രധാനമായ ഒരു ഭാഗത്ത് വരുന്നൊരു ക്യാരക്ടറാണ്. അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എഴുതി പോർട്രേ ചെയ്ത്, പിന്നെ കുറെ ഒരുപാട് നല്ല ക്ലോസപ്സും ഒക്കെ എനിക്ക് കിട്ടി. അങ്ങനെ അത് നന്നായി. അപ്പോ ഇനിയിപ്പോ സിനിമകൾ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള പരിപാടിയിലേക്കല്ലേ മുന്നോട്ട് പോകുന്നത്? എന്ത് നല്ലത് വന്നു കഴിഞ്ഞാലും അത് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ ഇനി തിരിച്ചൊരു വേണ്ട എന്നും പറഞ്ഞെന്ന് വെച്ചാൽ, ബിക്കോസ് എന്ന് വെച്ചാൽ സിറ്റുവേഷൻ എല്ലാം എനിക്കിപ്പോ ഫേവറബിൾ ആണ്. അപ്പൊ നല്ല ക്യാരക്ടേഴ്സ്, കുട്ടികൾ വലുതായി നമ്മളൊരു കംഫർട്ട് സോണിലെത്തി. അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ ആണെങ്കിൽ സീരിയൽ, ഇപ്പൊ എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന് പറയുന്ന സീരിയലിൽ ടെസ്സയായിരുന്നു അതിനകത്ത് കേന്ദ്ര കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിറ്റ്കോം ചെയ്തു. ചക്കപ്പഴം ചെയ്തു. ചക്കപ്പഴത്തിൽ ആക്ച്വലി ഒരു അമ്മ ക്യാരക്ടർ ആയിരുന്നു ചെയ്തത്. ഇങ്ങനത്തെ സിറ്റ്കോംസ് ഒക്കെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ സംസാരിക്കാൻ ഇഷ്ടമുള്ളവരാകുമ്പോഴേ നാച്ചുറലി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമല്ലോ. പിന്നെ അതൊരു ഡിഫറൻറ്റ് സംഗതിയല്ലേ, ഈ അപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് സിംഗ് സൗണ്ട്, അതൊക്കെ എനിക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഓൾ ടുഗെദർ. അപ്പൊ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊരു കംഫർട്ടബിൾ ആയിട്ട് പിന്നീട് തോന്നി. അതെ, ആദ്യമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ കൈയും കാലും വിറക്കുമായിരുന്നു പ്രശാന്ത് ആദ്യം ചെന്നിട്ട്. കാരണം ഞാൻ ഇടയ്ക്ക് വെച്ചാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. അമ്മ ക്യാരക്ടർ ചെയ്തിരുന്ന ആ വ്യക്തി മാറിയപ്പോഴാണ് ഞാൻ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ ബാക്കി എല്ലാവരും ഒരു കൊല്ലം ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടിരിക്കുന്ന ആർട്ടിസ്റ്റ് ആണ് എല്ലാവരും. ശ്രീകുമാർ, അശ്വതി ഒക്കെ, ഇവരൊക്കെ ഒന്ന് സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം വായിക്കല്ല, കാണാപ്പാടം പഠിക്കണം. അപ്പൊ അവരൊക്കെ പറയും കാണാപ്പാടം പഠിക്കില്ല, നീ ചുമ്മാ ഒന്ന് വായിച്ചിട്ട് കണ്ടന്റ് മനസ്സിലാക്കിയിട്ട്. പക്ഷെ എങ്കിലും അവര് ചെയ്യുന്ന പോലെ അത്രയും നമുക്ക് എളുപ്പമല്ല. നമ്മൾ ഈ മൂവിയിലോ സീരിയലിലോ ഒക്കെ ചെയ്യുന്ന പോലെ ഒന്നും വായിച്ചിട്ട്. അതെ, പിന്നെ പ്രോംപ്റ്റിംഗ് ഉണ്ട്. ഇതിനൊന്നും പ്രോംപ്റ്റിംഗ് ഇല്ല. സിനിമയെ പ്രോംപ്റ്റിംഗ് ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. സീരിയലിലുണ്ട്. അതെ, പക്ഷെ പ്രോംപ്റ്റ് ചെയ്യുന്നതും ഒരു ആർട്ടാണ് കേട്ടോ. അത് കേട്ടിട്ട് അപ്പൊ തന്നെ വിതൗട്ട് ഡിലേ പറയുന്നതും ഒരു ആർട്ടാണ്. അപ്പൊ ഇത് എനിക്കൊന്ന് ഒരു 1 month ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് സെറ്റ്, സെക്കൻഡ് ഷെഡ്യൂൾ ഒക്കെ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സെറ്റായി. അവരുമായിട്ടൊക്കെ ഒന്ന് എനിക്ക് മോർ ദാൻ എനിത്തിങ് ആ ടീമുമായിട്ടൊന്ന് ജെൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെയാണ്. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കൂടെ അഭിനയിക്കുമ്പോൾ ടെസ്സയുടെ ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അറിഞ്ഞങ്ങ് വിളയാടി കളയും. അതെ, എനിക്ക് ആ ഒരു കംഫർട്ട്. എന്തെങ്കിലും ഒരു കരട് മനസ്സിൽ കിടന്നാൽ പിന്നെ രക്ഷയില്ല. പിന്നെ അതിനൊരു അല്ലേ, ഒരു ഫ്ലോ അങ്ങ് പോകും. അപ്പൊ ഇതിനകത്ത് ഈ മൂവി സാഹസം ചെയ്യുമ്പോ ബിബിനാണ് എന്നെ വിളിക്കുന്നത്. ബിബിൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞിട്ട് ബിബിനോട് സംസാരിച്ചു. ആ സ്റ്റോറി മുഴുവൻ ബിബിൻ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ബിബിൻ ഇസ് വെരി ഫ്രണ്ട്ലി. അപ്പം ആദ്യം തന്നെ നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് എന്ന് പറയത്തില്ല, അത് ഫസ്റ്റ് കോളിൽ തന്നെ പോയി. പുള്ളി വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇതെല്ലാം പറഞ്ഞു. ഒന്നും നല്ല ക്യാരക്ടറാണ്, ടെസ്സെങ്കി വാ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സ്ക്രിപ്റ്റ് എനിക്ക് നേരത്തെ അയച്ചു തന്നു. പൂജ ടൈം ആയപ്പോഴത്തേക്കും പറഞ്ഞു പൂജയാണ് വരണം എന്നൊക്കെ പറഞ്ഞു. നമ്മളോടൊരു ഫ്രണ്ട്ലിനെസ് ഒക്കെ കാണിക്കുമ്പോഴില്ലേ നമുക്കൊരു കംഫർട്ടബിൾ ആവും. അതെ, സത്യം. ഇപ്പൊ ഈ പ്രിയൻ സാറിന്റെ പടങ്ങളിൽ ലാലേട്ടൻ മനോഹരമായി അഭിനയിക്കുന്നു എന്ന് പറയുന്നത് അവര് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ. അതെ. പിന്നെ ഒരാൾ മാത്രമായിട്ടല്ല, സിനിമാറ്റോഗ്രാഫറായിട്ടും എല്ലാവരുമായിട്ട് ടീമായിട്ട് നമ്മളൊരു സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രോബ്ലം ഇല്ല. പിന്നെ നമുക്ക് ചോദിക്കാം, സജഷൻസ് പറയാം, അല്ലെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെയുള്ള പറയാം. അങ്ങനെയൊക്കെ പിന്നെ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആണെങ്കിൽ പറയാം. നമുക്കിങ്ങനെ എല്ലാ സെറ്റിലും അത് പറ്റില്ല. അതെ. അങ്ങനെ എവിടെയെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കത് വിചാരിച്ച പോലെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷൻ ഉണ്ട്? ഒരു സിനിമയിൽ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ഞാനത് ഏത് മൂവിയാന്ന് പറയുന്നില്ല. അപ്പൊ അവിടെ എനിക്ക് പല ഡയലോഗ്സും പല ഒരു സിറ്റുവേഷനിൽ എനിക്ക് അത് ഡയലോഗ് കൊണ്ടല്ല, ഓവറോൾ ആൾക്കാരുടെ ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, നമ്മള് ബാക്കി എല്ലാവർക്കും ഭയങ്കര മുൻഗണന കൊടുക്കുകയും നമ്മളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു വി ഫീൽ ബാഡ് അബൌട്ട്. അങ്ങനെ വരുമ്പോ തന്നെ നമുക്ക് മൂഡ് അപ്സെറ്റ് ആയി. പിന്നെ നമുക്ക് എത്ര കണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് പോലും നമുക്ക് അത് ഫലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അതെ, നമ്മളെ ആ കൂട്ടത്തിൽ കൂട്ടുക എന്ന് പറയല്ലേ. അപ്പൊ ഞാൻ എവിടെ പോയാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ ചെറിയ ആർട്ടിസ്റ്റ് വന്നിട്ട് അവരിങ്ങനെ മാറിയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പൊ അവരോടൊക്കെ പോയി അങ്ങോട്ട് പോയി പരിചയപ്പെടും, സംസാരിക്കും, ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുക്കും. അപ്പൊ ദേ ആർ ഓൾസോ വെരി കംഫർട്ടബിൾ യുനോ. അപ്പൊ ഞാൻ പറയുന്നത് നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സിനിമയ്ക്കാണ് ഗുണം.
ഒരു ചെറിയ റോൾ അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും അവരൊരു കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജിലൊക്കെ അത് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. അത് ശരിക്കും ഒരു ഫ്രെയിമില് നമ്മൾ എത്ര പേര് ഒരാൾ ഇമ്പോർട്ടന്റ് മറ്റേ ആൾ ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ഒരു ഫ്രെയിമിൽ വരുന്ന എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ കംഫർട്ട് ലെവലും ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതെ തീർച്ചയായിട്ടും. അങ്ങനെ നമുക്ക് എന്താ പറയാ മറ്റൊരുപാട് മേഖലകളിൽ നിന്നുമൊക്കെ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ. ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇത്രയും കാലത്തിന് ശേഷമൊക്കെ ഉള്ള തിരിച്ചുവരവിൽ ഒരു ഇടവേള വന്നതിന്റെയൊക്കെ പേരിൽ നമ്മളെ അറിയാതെ പോകുന്ന കുറെ ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട പരിഗണന തരാതിരിക്കുന്ന ആളുകൾ, അങ്ങനെ സംഭവിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊരു ചാനലില് ഒരു വിഷയം ഉണ്ടായതിനെ കുറിച്ച് പണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് പറയാമോ? ആക്ച്വലി എനിക്ക് ഇങ്ങനെ സിനിമയിൽ നിന്നൊന്നും അങ്ങനെ മോശം അനുഭവം അങ്ങനെ ഒന്നും എനിക്ക് വന്നിട്ടില്ല. പിന്നെ ആൾക്കാർ അറിയാതെ പോകുന്നത് എനിക്കത് ഐ നെവർ ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. കാരണം എന്ന് വെച്ചാൽ എന്നെ അറിയത്തില്ല. കാരണം ഞാനൊരു പട്ടാളം ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ വീണ്ടും വന്നത്. പിന്നെ ആങ്കർ ചെയ്തു ആ സമയത്തുള്ളവർക്ക് മാത്രം അറിയുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ജനറേഷൻ ഒന്നും അങ്ങനെ അറിയണമെന്നില്ല. അപ്പം എന്നെ എന്തുകൊണ്ട് ഇവർ അറിഞ്ഞില്ല അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല. പക്ഷെ ഒരു മൂവി ചെയ്തപ്പോ ആ മൂവിന്റെ പ്രൊമോഷൻ ആയിട്ട് ഒരു ചാനലിലേക്ക്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ ആ ചാനലിലുള്ളതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്, കാരണം നമ്മൾ ചാനൽ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. അപ്പൊ അവര് വിളിച്ച് ടെസ ഇന്ന ദിവസമാണ് നമ്മുടെ ഇന്റർവ്യൂ, അപ്പൊ എല്ലാരും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോർമലി തലേദിവസം അവരൊന്ന് റിമൈൻഡർ വെക്കും, നമ്മളെ വിളിക്കും. അപ്പൊ എനിക്ക് ആ ഒരു റിമൈൻഡർ കിട്ടിയില്ല. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, നാളെ അല്ലേ നമ്മുടെ ഷൂട്ട് എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, അതിന്റെ ഡയറക്ടർ പറഞ്ഞു ടെസ്സ വേണ്ട, കാരണം എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് ഇത് മതി. കാരണം എന്താ വെച്ചാൽ പുള്ളിക്ക് തോന്നിക്കാണും ചിലപ്പോ ഒരു പക്ഷേ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരോ അറിഞ്ഞു ഒരുപാട് ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് എന്താണോ എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. ടെസ വേണ്ട, ഇത്രയും പേര് മതി എന്ന് പറഞ്ഞു. അത് എന്നെ മാറ്റി നിർത്താൻ വേണ്ടി ചിലപ്പോ പറഞ്ഞതാവില്ല, ചിലപ്പോ അത്രയും പേർക്ക് ഇമ്പോർട്ടൻസ് മതി എന്ന് പുള്ളി ഉദ്ദേശിച്ചിട്ടായിരിക്കും, അല്ലാതെ എനിക്ക് ഇമ്പോർട്ടൻസ് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാവില്ല. പക്ഷെ നമ്മൾ ഇത്രയും പേർക്ക് ഇമ്പോർട്ടൻസ് മതി എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോ എനിക്ക് ഐ ഫെൽറ്റ് ബാഡ് എന്ന് വെച്ചാൽ ഞാനും കൂടെ അവിടെ ഇരിക്കുന്നതിന് എനിക്കൊരു പ്രൊമോഷൻ ആണത്, അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ആർക്കും ഒരു നഷ്ടമോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ഓർത്തു എല്ലാവരും അവരവരുടെ കാര്യത്തിൽ സെൽഫിഷ്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ഞാൻ ആലോചിച്ചു. ആ ഒരു സെൽഫിഷ് ഇതായിരിക്കും അദ്ദേഹവും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിച്ചു. വല്ലവന്റെ കൊട്ടാരത്തിൽ പ്രജയായിരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കുടിലിൽ രാജാവായിരിക്കുന്നതാണ് അല്ലേ. ഓക്കെ. പിന്നെ ഈ പട്ടാളത്തിലെ ഫസ്റ്റ് പടത്തിൽ തന്നെ മമ്മൂക്കയുടെ നായികയായിട്ടൊക്കെ വരിക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ സെറ്റിൽ വന്നു, മമ്മൂക്ക വന്നു, ആ ഒരു അനുഭവം. ഞാൻ കൈരളി വർക്ക് ചെയ്തോണ്ടിരുന്ന മമ്മൂക്കനെ എനിക്കറിയാം, കൈരളിയുടെ ചെയർമാനാണ്. അതെ മമ്മൂക്ക ഇടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം നമ്മളുടെ അടുത്തൊക്കെ വരുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടാ മമ്മൂക്ക. അപ്പം ഞാൻ പറയില്ല ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്ന അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നും അല്ല. അപ്പം നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണുകയൊക്കെ ചെയ്യായിരുന്നു മമ്മൂക്ക. നമുക്ക് എല്ലാം വീക്ഷിക്കുന്ന എല്ലാം. അപ്പൊ എങ്ങനെ ഇതിന് സമയമൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ അപ്പം സംസാരിച്ചു. അങ്ങനെ 1-2 പ്രാവശ്യം ഞാൻ മീറ്റ് ചെയ്തോണ്ട് സെറ്റിൽ പോയപ്പോ ഒരു ചളുപ്പില്ലായിരുന്നു മമ്മൂക്കനെ കണ്ടപ്പോ, അല്ലെങ്കിൽ ഒരു പേടിയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളെ കാണുമ്പോഴും മമ്മൂക്ക എനിക്കറിയാലോ നമ്മുടെ ആളല്ലേ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ തന്നെ നമ്മള് ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ മമ്മൂക്കെ കണ്ടപ്പോ ഒരു സൂപ്പർ സ്റ്റാർ അല്ല മെഗാ സ്റ്റാർ ഭയങ്കര പേടി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. വെരി കംഫർട്ടബിൾ. പിന്നെ മമ്മൂക്ക ഭയങ്കര ഇസ് എ വെരി നൈസ് പേഴ്സൺ. അപ്പൊ നമ്മളോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ നോക്കുന്നതല്ല അദ്ദേഹം. അദ്ദേഹം നാച്ചുറൽ ആയിട്ട് ആ പ്രോസസ്സിൽ വരുന്നതാണ്. എന്നാലും നമുക്ക് ലൈറ്റ്സ്, ക്യാമറ, യൂണിറ്റ്, ജനറേറ്റർ, വണ്ടി, ഡയറക്ടർ എല്ലാരും നിൽക്കുന്നു. മമ്മൂക്കയെ പോലെ ഒരാൾ നിൽക്കുന്നു. ക്യാരക്ടറായിട്ടാണ് അവിടെ മമ്മൂക്ക നിൽക്കുന്നത്. അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. ഇവിടെ ടെസ എന്ന് പറയുന്നത് വിമല എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ ഈ ആക്ഷനും കട്ടിനും ഇടയ്ക്കൊക്കെ ഇത്രയും വലിയ നമ്മള് വെള്ളിത്തിരയിൽ കണ്ടിട്ടുള്ള മെഗാസ്റ്റാറോടൊപ്പം ഒക്കെ നിൽക്കുമ്പോ തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഇത്രയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇല്ലല്ലേ? അതൊന്നാമത്തെ കാര്യം. ജനറേറ്റർ, വണ്ടി, ഡയറക്ടർ, മമ്മൂക്ക ഇതൊന്നും ചിന്തിച്ചിരുന്നില്ല എന്നുള്ള കാരണം എനിക്കറിയാം ഇതെന്റെ ആദ്യത്തെ അവസാനത്തെയും സിനിമയാണ്. പിന്നെ ഇനി നോക്കണ്ട. അതുകൊണ്ട് ഐ വാസ് എൻജോയിങ് എവറി മൊമെന്റ്. കാരണം അന്ന് ഒരു കുറെ ദിവസം ഉണ്ടായിരുന്നു, 70 days എങ്ങാണ്ട്, ഒത്തിരി ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് ഷൂട്ടില്ലേലും ലാലുവായിട്ട് പറഞ്ഞു വന്ന് സെറ്റിൽ ഒന്നിരുന്ന് കാണാം, എല്ലാവരുമായിട്ടൊന്ന് ഫ്രണ്ട്ലി ആകാനും. ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു, മറ്റേത് ആങ്കർ ചെയ്യുമ്പോൾ നമ്മള് ക്യാമറയിൽ നോക്കി സ്ട്രെയിറ്റ് നോക്കി സംസാരിക്കുന്നു. ഇതങ്ങനെ അല്ലല്ലോ, കുറെ വ്യത്യാസങ്ങളുണ്ടല്ലോ.
അപ്പൊ ഒരു കുറെ ദിവസം ഞാൻ അവിടെ സെറ്റിൽ പോയി കണ്ടു എങ്ങനെയാ ഇവര് ചെയ്യുന്നത് ഒക്കെ. പിന്നെ ഐ വാസ് എൻജോയിങ്. അപ്പൊ ജ്യോതി ഉണ്ടായിരുന്നു, ജ്യോതിർമയി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വി വർ റിയലി എൻജോയിങ്. ഞാൻ അത്രയും സീരിയസ് ആയിട്ടൊന്നും അങ്ങനെ സിനിമയെ കണ്ടിട്ടൊന്നും അല്ല പോയത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, നമുക്കൊന്നും അറിയാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വലിയ പേടി കാണില്ല. ഇപ്പോഴാണ് എനിക്ക് പേടി, കാരണം ഇപ്പൊ അറിയാം. അറിയാതെ പോകുമ്പോ ഇപ്പോഴും ഈ ക്യാരക്ടറിനാണെങ്കിലും ഞാൻ ഫസ്റ്റ് ഡേ ചെയ്ത ഷൂട്ട് ഒരു കുറച്ച് ഹെവി സീനാണ് ചെയ്തത്. അപ്പൊ ബിബിൻ എന്നോട് ഇപ്പൊ തലേദിവസം കോസ്റ്റ്യൂം ട്രൈ ചെയ്യാനൊക്കെ ഞാൻ സെറ്റിൽ പോയപ്പോ ബിബിൻ എന്നോട് പറഞ്ഞു, ഈ ഒരു പോർഷൻ ആട്ടോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ടെൻഷനാണ്, കാരണം അതൊരു കുറച്ച് ഹെവി സീനാണ്. അപ്പോ ഡോണ്ട് വറി, എല്ലാം ടു ബി ഫൈൻ എന്ന് പറഞ്ഞു. അപ്പോ അത്രയൊന്നും ഞാൻ അതിനകത്തും ഉണ്ടായിരുന്നു കുറെ സീൻസ് അതുപോലെ, പക്ഷെ അത്രയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും സ്ക്രിപ്റ്റ് എനിക്ക് നേരത്തെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം. അതൊന്നും നേരത്തെ സ്ക്രിപ്റ്റ് ഒന്നും എനിക്ക് തന്നൊന്നുമില്ല. അവിടെ ചെന്ന സീനിന് മുമ്പ് ആണ് സ്ക്രിപ്റ്റ് ഒക്കെ കയ്യിൽ കൊണ്ടു തരുന്നത്. അപ്പൊ പിന്നെ നേരത്തെ എല്ലാം കിട്ടുന്നത് നമുക്കൊന്ന് പ്രിപ്പയർഡ് ആയിട്ട്. പിന്നെ വാട്സ്ആപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ചിലപ്പോൾ തലേദിവസം തന്നെ വാട്സാപ്പിൽ നമ്മുടെ സീൻ അയച്ചു തരും. അപ്പൊ നമുക്ക് രാത്രി ആണെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ എല്ലാം സ്ക്രിപ്റ്റ് കൊടുക്കുമല്ലോ, കംപ്ലീറ്റ് ഹോൾ കൊടുക്കും, ആർട്ടിസ്റ്റിന് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഷോട്ടിൽ നിൽക്കുമ്പോ സ്ക്രിപ്റ്റ് ഒന്ന് ചോദിച്ചാൽ തന്നെ നമ്മൾ വെറുക്കപ്പെട്ടവനായി. ഇന്നിപ്പോ ആ സ്ഥിതിയൊക്കെ ഒരുപാട് മാറി. 2005 പട്ടാളത്തിൽ അഭിനയിക്കുന്നത്. ഇപ്പൊ 2025. ഇപ്പൊ 20 വർഷത്തെ ഒരു മാറ്റമുണ്ട് അന്നത്തെ ഷൂട്ടിങ്ങിലും ഇന്നത്തെ ഷൂട്ടിങ്ങിലും ഒക്കെ ആയിട്ട്. ഇപ്പൊ ഈ പറഞ്ഞത് അടക്കമുള്ളത്, അതല്ലാതെ തോന്നിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ തന്നെ ആണെങ്കിലും ഇപ്പൊ സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരു സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു സിനിമ പോലെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഇമ്മീഡിയറ്റ്ലി. അപ്പം നമുക്ക് ആ ചേഞ്ചസ്, പിന്നെ മാത്രമല്ല പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ പോയി നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് സർ ഞാൻ ഒരു ടേക്കും കൂടെ പോകാന്ന് പറയാനുള്ള ഒരു ഇതുണ്ട്. അത് ഒരു ആർട്ടിസ്റ്റിനെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, ടെക്നീഷ്യനെയും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കംഫർട്ട് സോൺ എനിക്ക് തോന്നുന്നു കൂടുതലും ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമായി, എല്ലാവരും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനും. പിന്നെ ക്യാമറ ടെക്നോളജി ഒക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയി. പിന്നെ ഇപ്പം നമുക്ക് സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ട്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ പൈലറ്റ് പോലും ഇല്ല, ഇത് എങ്ങനെ ഡബ് ചെയ്തു, അവിടെ എന്താ പറഞ്ഞത്, ലിപ്പ് സിങ്ക് ആകുന്നില്ല. ഇപ്പൊ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം വന്നു അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പോ അതില് ഉള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ടെസ്സ ആ സമയത്ത് ആക്ട്രസ് ആയിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ല. സോഷ്യൽ മീഡിയ ഇല്ല, നമുക്ക് ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, വാട്സാപ്പ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഓർക്കുട്ട് എന്നൊക്കെ പറഞ്ഞു അത് തുടങ്ങുന്നത്. ഓർക്കുട്ടൊക്കെ ആ സമയത്താണ്. ഓർക്കുട്ടുണ്ട്. പിന്നെ കോൾ ചെയ്യാനും ഒക്കെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, അങ്ങനെ ഒരു സമയമായിരുന്നു. അതെ. അപ്പൊ അതും ഇതിന്റെ ഇപ്പൊ ഒരു കടന്നുവരവില് ഒരുപാട് കാലഘട്ടത്തിലും ആളുകളിലും ഒക്കെ മാറ്റങ്ങൾ. അതെ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജനറേഷനൊക്കെ രക്ഷപ്പെട്ടു പോയ ജനറേഷനാണ്. കാരണം വെച്ചാൽ ഞാൻ ഓർക്കും ഇപ്പോഴത്തെ ആക്ടേഴ്സ് ഒക്കെ എങ്ങനെ ഇതിനെ എടുക്കുന്നു. മനുഷ്യരല്ലേ, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പം നാച്ചുറലി നമുക്ക് വിഷമം വരും. ഞാൻ തന്നെ ചില ആൾക്കാരെ പറ്റിയുള്ള കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമം വരും. അവർ എല്ലാം ഇത് വായിക്കും. ഇപ്പൊ എനിക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്റെ ഇത് വരുവാണെങ്കിലും ഞാൻ കമന്റ്സ് എല്ലാം നോക്കും. ചില ആൾക്കാർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരു നെഗറ്റീവ് ആയിട്ട് എഴുതും. അപ്പൊ ആൾക്കാരൊന്ന് നോക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടൊരു നെഗറ്റീവ് ഇത് വരും. അതെ. അപ്പൊ എനിക്ക് എങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്താണത്? അതായത് തലവൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു. ആ സമയത്ത് ആസിഫിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവിടെ ഇരിക്കണം. അപ്പൊ ആസിഫ് വന്നപ്പോഴേ ആസിഫ് ടെസ്സ എന്നും പറഞ്ഞിട്ട് വന്നൊന്ന് ഹഗ് ചെയ്തു. ഓക്കെ, ഇറ്റ്സ് എ വെരി ഫ്രണ്ട്ലി ഹഗ്. ഞങ്ങൾ സംസാരിച്ചു. അതൊക്കെ അപ്പൊ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, യൂട്യൂബ് ചാനൽസും ഒക്കെ. അപ്പൊ അവര് വന്ന് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി അതിനകത്ത് കമന്റ് ചെയ്തു. കുറെ കമന്റ്സ് വന്നു കേട്ടോ. എല്ലാം ഓൾമോസ്റ്റ് മിക്കവരും നല്ല കമന്റ്സ് ഒക്കെയാണ് കേട്ടോ. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ 1-2 കമന്റ്സ്. അതിൽ ഒരാൾ ഇട്ടു, ഇപ്പൊ പോയി കെട്ടിപ്പിടിക്കും, നാളെ നോക്കിക്കോ ഇവള് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്ന വേറൊരു രീതിയിൽ. അപ്പൊ ഐ ഫെൽറ്റ് സോ ബാഡ്. കാരണം വെച്ചാൽ ആസിഫ് ഇസ് സച്ച് എ നൈസ് പേഴ്സൺ. പുള്ളി വന്ന് ഒരു ഫ്രണ്ട്ലി ഹഗ് തന്നതിന് ഇങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്ക് അതിന് യൂഷ്വലി ആരും കമന്റ് ചെയ്യാൻ പറയും. പക്ഷെ എനിക്ക് ആ പെർട്ടിക്കുലർ പേഴ്സണിന് എനിക്കൊന്ന് മെസ്സേജ് ഇടണം തോന്നി. ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു. ഈവൻ ഇഫ് യു ഡോണ്ട് ഫീൽ ലൈക്ക് മേക്കിംഗ് എ പേഴ്സൺ ഹാപ്പി, ഡോണ്ട് മേക്ക് ദാറ്റ് പേഴ്സൺ ഫീൽ സാഡ് അബൌട്ട് ഇറ്റ്. ഐ സോ യുവർ കമന്റ്, but please don't hurt anybody with your words. God bless you മോനെ എന്ന് ഞാൻ എഴുതി. ഓക്കെ. അപ്പം പെട്ടെന്ന് ഇൻസ്റ്റന്റ്ലി ചേച്ചി സോറി, ഇഫ് യു ഫെൽറ്റ് ബാഡ് ഐ വിൽ ജസ്റ്റ് ഡിലീറ്റ് ദ കമന്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ വിൽ അപ്രീഷിയേറ്റ് ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അവനപ്പം തന്നെ ആ കമന്റ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് പിന്നെ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു. ഇപ്പൊ അമ്മ എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് അങ്ങനെയൊക്കെ എഴുതാൻ പോയെന്ന് അമ്മ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇപ്പൊ ഇടയ്ക്ക് പുള്ളി മെസ്സേജ് ഒക്കെ അയക്കും. പക്ഷെ ഞാൻ ഓർത്തു
ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണോട് എനിക്ക് പറയണം തോന്നി. എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ ഒരുപാട് അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആൾക്കാർ ഹാവ് ഓൾവേസ് ബീൻ സപ്പോർട്ടീവ്. പക്ഷെ എന്നാലും ചില കമന്റ്സ് ഒക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഒരാൾക്ക് നല്ലത് പറയാൻ തോന്നിയില്ലെങ്കിൽ അത് പറയണ്ട, പക്ഷെ മോശം പറയാതിരിക്കുക. കാരണം മനുഷ്യരല്ലേ, നമുക്കൊക്കെ ഇതൊക്കെ ഫീലിങ്സ് ഒക്കെ ഉള്ളതല്ലേ. പിന്നല്ലേ എല്ലാവരും ഈ പറയുന്ന പോലെ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവരും ചിന്തിക്കണം, അവരുടെ വീട്ടിലൊരു അമ്മ പെങ്ങൾ എല്ലാവരും ഉണ്ട്. പ്രശാന്ത്, ഈ എഴുതുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഭയങ്കര നെഗറ്റീവ് ഒരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നൊക്കെ വരുന്നവർക്ക് പബ്ലിക്ലി ഒരാളെ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആൾക്കാർ മനസ്സിലാക്കണം. അപ്പൊ അവര് വളർന്നു വന്ന സാഹചര്യമാണ് അവര് കമന്റ്സ് ആയിട്ട് ഇടുന്നത്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി. നോട്ട് ഓൾ ആർ ഫോർച്ചുനേറ്റ് ടു ബി ഇൻ എ കൈൻഡ് ഓഫ് ഫാമിലി ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെ ഒരു അവരുടെ ഫാമിലി, അവരുടെ ഫ്രണ്ട് സർക്കിളും എല്ലാം നന്നായാൽ മാത്രമേ നമുക്ക് നല്ല കാര്യം, മനസ്സ് നന്നായാൽ മാത്രമേ വായിക്കൂടെ നമുക്ക് നല്ലത് പറയാൻ പറ്റുള്ളൂ. ചിന്തകളിലും സംസ്കാരവും നെഗറ്റീവ് വരികയാണെങ്കിൽ അതിനർത്ഥം അവരുടെ മനസ്സിൽ അങ്ങനെ. അപ്പൊ അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവർ വളർന്ന സാഹചര്യമാവും, അവരുടെ സുഹൃത്തുക്കളാകാം. നമ്മൾ ഒരു സാധനം എഴുതാൻ പോകുമ്പോൾ ഞാനിത് ചെയ്യണോ എന്നൊന്നുകൂടെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതേണ്ടതാണെങ്കിൽ നിങ്ങൾ എഴുതുക, വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഓർത്താൽ മതി. അപ്പം ഐ ഫീൽ ബാഡ് ഫോർ ദം. ആർക്കും എന്തും പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറി തുടങ്ങി. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതായത് ഇപ്പൊ ഒരു ക്യാരക്ടർ ചെയ്തു, ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ അഭിനയം മോശം, അത് ഓക്കെ, ആരോഗ്യപരമായി. അതെ, അല്ലാതെ ഒരാൾ ഇടുന്ന വേഷം, അവരുടെ ബോഡി പാർട്സിനെ പറ്റി പറയുക, അതൊക്കെ അത് മാത്രമല്ലെന്നേ. ഇപ്പൊ നമുക്ക് നമ്മളെ വിമർശിക്കുന്നതിനകത്ത് നമ്മുടെ വീട്ടിലിരിക്കുന്നവർ പറയുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ മറ്റ് അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്നത്. പെർഫോമൻസ് നന്നായില്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്ന് പറയാം. ഇത് നിർത്തിക്കൂടേടാ, നന്നാക്കിക്കൂടേടാന്ന് ചോദിച്ചൂടെ? എന്തിനാ നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നത്? നെഗറ്റീവ് മാത്രം പറഞ്ഞു, നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ. അവർ പേഴ്സണലി അയക്കും, ചേച്ചി അത് നന്നായിട്ടുണ്ട്, ഇത് നന്നായിട്ടുണ്ട്, അങ്ങനെ. പിന്നെ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇപ്പൊ ഒരു മൂവി ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ബെസ്റ്റ് വിഷസ് പറഞ്ഞ് ഒരുപാട് പേരയക്കും. അവരോടൊക്കെ എനിക്ക് നന്ദിയേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വാക്കുകൊണ്ടാണെങ്കിൽ ഇപ്പൊ ഒരു ഓൾ ദി ബെസ്റ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഗുഡ് ലക്ക്, ഓൾ ദി ബെസ്റ്റ്, എന്താണിത്, എങ്ങനെ ഷൂട്ടിംഗ് പോകുന്നു എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമില്ലേ, നമുക്ക് അവരോട് പിന്നെ അവര് ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ തോന്നും. ഈ നെഗറ്റീവ് ഇട്ടവർക്ക് പിന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ തോന്നും, നമ്മൾ ബ്ലോക്ക് ചെയ്യാനേ തോന്നുള്ളൂ. പക്ഷെ പോസിറ്റീവ് അയക്കുന്നവർക്ക് ഞാൻ മിക്ക ആൾക്കാർക്കും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. ഇൻസ്റ്റയിൽ ആരെ അയച്ചാലും ഞാൻ കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ എനിക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നന്നായിട്ട് എഴുതുന്നവർക്കൊക്കെ ഞാൻ പേഴ്സണലി ഐ സെൻഡ് മെസ്സേജസ്. അതെ, വിമർശനം ചെയ്യുന്നവർക്കും കൊടുക്കാം. കാരണം അത് ആ വിമർശനം നമ്മൾ അർഹിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് റിപ്ലൈ, നമുക്ക് മാന്യമായ വിമർശനങ്ങൾ. ഇപ്പൊ ഈ സീരിയല് വന്നപ്പോ കുറച്ചുകൂടി കുടുംബ പ്രേക്ഷകരോട്ട് അടുത്തതുപോലെ തോന്നിയോ, അതോ എങ്ങനെയാണ്? സീരിയൽ അത് സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു മേ ബി ഒരു 50 അല്ലെ 50-60s ഉള്ളവരൊക്കെ അല്ലേ അത് കാണുന്നത്. പിന്നെ സീരിയൽ വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ലോസ്ഡ്, സിനിമ പോലെ അല്ലല്ലോ. പിന്നെ ആൾക്കാർ അതിനെപ്പറ്റി ആലോചിക്കുമായിരുന്നു. പക്ഷെ എന്നാലും ഈ സിനിമ ചെയ്ത സമയത്ത് എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ കുട്ടികളുടെ അച്ഛൻ കണ്ട അതിനകത്തെ ക്യാരക്ടർ, പേരെടുത്ത് പറയാം, അനുപമ എന്ന് പറഞ്ഞ ക്യാരക്ടർ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ സന്തോഷമാണ്. അപ്പം പല സംഗതികൾ ചെയ്തിട്ടുണ്ട് സീരിയല്, സിറ്റ്കോം, ആങ്കർ. ഏതാണ് ഏറ്റവും കംഫർട്ടായിട്ട് ഫീൽ ചെയ്തത്? ആങ്കറിങ് തന്നെയാണ്. അതെ, വർത്താനം പറയാനൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് ആക്ടിങ്ങും ഭയങ്കര ഇഷ്ടമാണ്, സിനിമയും ഇഷ്ടമാണ്. സീരിയൽ കുറച്ചും കൂടെ ഹെക്റ്റിക് ആണ്. അതായത് നമ്മളിപ്പം ഒരു 6-6:15 ഒക്കെ ആകുമ്പോൾ നമ്മളെ പിക്കപ്പ് ചെയ്യും. എന്നിട്ട് 9:30 വരെയാണ്. പ്രശാന്തൻ അറിയാലോ, നമ്മൾ 9:30, ചിലപ്പോ 10, ചിലപ്പം ഒരു 1 മണി 2 മണി വരെയൊക്കെ ഷൂട്ടിങ്ങിനെ പോകാം. കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും 7:30. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഐ ബാഗ്സ്, പ്രശാന്ത് ഓർക്കുന്നുണ്ടോ അറിയില്ല, എന്റെ കുട്ടികളുടെ അച്ഛന്റെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഐ ബാഗ്സ് ഒക്കെ ഫോം ചെയ്തിട്ട് അവർ ഐസ് വെക്കുന്നു. അങ്ങനെ അപ്പൊ നമുക്ക് ഉറക്കമൊന്നും ശരിയാവില്ല. അപ്പൊ പെട്ടെന്നല്ലേ നമ്മൾ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഒക്കെ കിടന്ന് ഉറങ്ങി വിശ്രമിച്ച് ഒക്കെ വന്നിട്ട് പിന്നെ ഇത്രയും മണിക്കൂറുകൾ ചെയ്യുമ്പോഴേ അങ്ങനെ നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആവും. പനിയൊക്കെ വരുമ്പോഴാണെങ്കിലും നമ്മൾ വന്ന് അഭിനയിക്കുന്നു, നമ്മുടെ ഡൈജഷനെ ബാധിക്കും. അതെ, ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ഭയങ്കര നമ്മുടെ ടെമ്പറേച്ചർ ചൂടുള്ള സമയത്ത് നമ്മൾ ഔട്ട്ഡോർ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉടനെ ത്രോട്ട് പോകും. ഇങ്ങനെയുള്ള കുറേ ചെറിയ 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 ഫാക്ടേഴ്സ് നമ്മുടെ ബോഡിയെ ഒരുപാട്, പിന്നെ നമ്മുടെ മൈൻഡ് കോൺസെൻട്രേഷൻ എല്ലാം പോകും. ഈ പ്രോംപ്റ്റ് ചെയ്താൽ പോലും നമുക്ക് പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും. സിനിമയിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത്ര സീൻസേ എടുക്കുന്നുള്ളൂ, നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് കംഫർട്ടബിൾ ആക്കി ആർട്ടിസ്റ്റിനെ വെക്കുന്നുണ്ട്, കാരവാൻ തരും, നമുക്ക് എന്ത് വേണമെങ്കിലും തരാനായിട്ട് ആൾക്കാർ. അപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സ്വീറ്റ്നെസ് അതിന് എപ്പോഴും ഉണ്ട്. ആങ്കറിംഗ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരെ മീറ്റ് ചെയ്യാം, കാഷ്വൽ ഇതുപോലെ
നമുക്കിരുന്ന് വർത്താനമൊക്കെ പറയാം. നമ്മുടെ ഒരു ലോകമാണ് ആങ്കറിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സെൽഫായിട്ട് സംസാരിക്കാമല്ലോ. ഞാൻ ടെസ്സായിട്ട് തന്നെ ഇരിക്കാം, അങ്ങനെ ഇരിക്കാം, ക്യാരക്ടർ ആവേണ്ട ആവശ്യമില്ല. അതെ, ഇപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ചുറ്റുമതിൽ കെട്ടി നമ്മൾ അതിനകത്ത് നമുക്ക് വിളയാടാവുന്ന ഒരു മേഖലയാണ് ആങ്കറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി കുടുംബ വിശേഷങ്ങളിലേക്ക് വരാം. പപ്പയെ കുറിച്ചും അമ്മയെ കുറിച്ചൊക്കെ പറഞ്ഞു, എങ്കിൽ പോലും പപ്പ എന്തായിരുന്നു ജോലി ശരിക്കും? അച്ഛൻ ബാങ്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഒരു ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും ഫാദർ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മ വീട്ടിൽ തന്നെയാണ്. ഷീസ് എ ഹോം മേക്കർ. ഒരു ബ്രദർ ഉണ്ടല്ലേ? എനിക്ക് രണ്ട് ബ്രദേഴ്സ്. ഒരാളെയാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇളയാളായിരിക്കും. ഞാൻ നടുക്കത്തെയാണ്. ഞാൻ സാൻഡ്വിച്ച് ആണ്. ഞാൻ പറഞ്ഞ 2 ബ്രെഡിന്റെ ജാമാണ് ഞാൻ. എനിക്ക് ഹസ്ബൻഡ്, 2 പിള്ളേര്, 2 ചെക്കന്മാര്. അവന്മാരുടെ പേരൊക്കെ എന്തൊക്കെയാ? മൂത്തയാള് റോഷൻ, രണ്ടാമത്തെ ആള് രാഹുൽ. അതെ, മൂത്ത ആൾക്ക് ഞാൻ പേരിട്ടു, രണ്ടാമത്തെ ആൾക്ക് ഹസ്ബൻഡ് പേരിട്ടു. ഹസ്ബൻഡ് അല്ലേ അവിടെ ബിസിനസ് ആണോ? പുള്ളി ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ വേറെ പരിപാടിയൊന്നും ടെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഇല്ല. വേറെ ജോബോ മറ്റു ബിസിനസ്സോ? 3 ചെക്കന്മാരെ നോക്കല് ഒരു പണിയാണത്. അതെ, ഞാൻ എന്റെ ഹസ്ബൻഡിനെയും എന്റെ ഒരു മൂത്ത മോനായിട്ട് തന്നെയാണ് നോക്കുന്നത്. പിള്ളേരെ നോക്കുന്ന പോലെ തന്നെ. കാരണം ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്കൊക്കെ വരുമ്പോ പുള്ളി എല്ലാം സെറ്റായിട്ട് എല്ലാം ചെയ്യും. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം നീ ചെയ്യ ഞാൻ ഇല്ലാത്തപ്പോ എല്ലാം. പക്ഷെ പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം വെച്ചാൽ വീക്കെൻഡ് ഒക്കെ ഞാനൊക്കെ ചെല്ലുമ്പോ എല്ലാ വീക്കൊന്നും പുറത്തുനിന്നൊന്നും ഫുഡ് ഓർഡർ ചെയ്യാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ വീട്ടിൽ കുക്ക് ചെയ്താണ്. അപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ ഇടയ്ക്ക് ഇവര് പുറത്തുനിന്നൊക്കെ ഓർഡർ ചെയ്യും. അപ്പോ സീരിയലിനൊക്കെ വന്ന സമയത്ത് സൺഡേസ് ഫുൾ മെയ്ഡ് ഇല്ലാത്ത ദിവസമാണ്. അപ്പൊ ആ ദിവസമൊക്കെ പുറത്തുനിന്ന് ഉച്ചയ്ക്കും ഡിന്നർ. ഇപ്പൊ ഞാൻ തിരിച്ചു നിന്ന് കഴിയുമ്പോഴും അങ്ങനെയല്ലല്ലോ. അപ്പൊ പറഞ്ഞ ലഞ്ചും ഡിന്നറും ഒക്കെ നമ്മൾ പുറത്തുനിന്നാണല്ലോ. എനിക്ക് പിസ്സ വേണം, മാഗി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. സോ ഞാൻ ഇല്ലാത്തപ്പോ പുള്ളി നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ അതെനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഐ ലൈക്ക് ടു ബി എ ഹോം മേക്കർ. എനിക്ക് വീട് മാനേജ് ചെയ്യാനും പിള്ളേരുടെ കാര്യങ്ങൾ നോക്കാനും ഹസ്ബൻഡായിട്ട് നോക്കാനും എനിക്ക് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. കാരണം നമ്മൾ അവിടെ ബോസ് ആണല്ലോ, നമ്മളാണല്ലോ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതും. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് ഹോം മേക്കർ ആവുക. വീടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക, ആൾക്കാരൊക്കെ ഇൻവൈറ്റ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഐ എൻജോയ് ദാറ്റ് ഓൾസോ. എന്നാൽ ഇതിനകത്ത് ലിഷർ ടൈംസ് കിട്ടുമ്പോ കുട്ടികൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പോയി, അനിലേട്ടനാണെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ട്, അദ്ദേഹത്തിന്റെ ജോലി തിരക്കുകൾ. അപ്പൊ മിച്ചമുള്ള സമയത്തൊക്കെ എന്താണ്? രാവിലെ പിള്ളേര് സ്കൂളിൽ പോവും, അനില ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ റുട്ടീനായിട്ട് എന്റെ ജിം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് എന്റെ കുക്കിംഗ് എല്ലാം തീർത്ത് ഞാൻ പിന്നെ ഒന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ പിള്ളേരൊക്കെ തിരിച്ചു വരും. പിന്നെ അവരുമായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഇവിടുന്ന് വർക്ക് കഴിഞ്ഞിട്ട് അവിടെ പോകുമ്പോ, ഇവിടെ ഇപ്പം ഫാമിലിയുടെ കൂടെ അല്ലല്ലോ, അപ്പം തന്നെ നിന്ന് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവരെ മിസ് ചെയ്യും. ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതും ഒരു എൻജോയ്മെന്റ്. സോ ഇപ്പം ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് ആണ്. ഇപ്പൊ അബുദാബിയിൽ ഷോപ്പിംഗിനൊക്കെ പോകുമ്പോൾ മോൾസിലൊക്കെ വെച്ച് മലയാളീസ് കാണുമ്പോഴത്തേക്കും ഇതാ വിമല പോകുന്നു, പട്ടാളം, അങ്ങനെയൊക്കെ പറയും. ആൾക്കാർ വന്ന് ഫ്രണ്ട്ലി ആയിട്ട് വന്ന് സംസാരിച്ചിട്ട് പോകുള്ളൂ. ഞാൻ എല്ലായിടത്തും എപ്പോഴും ഹുക്ക് ചെയ്യുന്നത് ഈ ഒരു ഇതിലാണല്ലേ ഞാൻ. അതെ പട്ടാളം. പിന്നെ ആ സമയത്ത് ആങ്കറിങ് ചെയ്ത സമയത്തെ ഉള്ള ആൾക്കാരൊക്കെ വരുമ്പോ അത്. പിന്നെ ഇപ്പൊ തലവൻ കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ കുറെ പേര് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും കൊച്ചിയിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ലുലു മോളിലും അങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ഞാൻ കറങ്ങും കേട്ടോ. ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ. നമ്മളെപ്പോഴും കൊക്കോ കഫേലൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇനി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, എന്നെ നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ആക്ടറായിട്ട് വന്നു. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയ വഴിയൊക്കെ എനിക്ക് ഒരുപാട് തരുന്നുണ്ട്, ഒരുപാട് സ്നേഹം തരുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരുപാട് എന്നെ ഹാപ്പി ആയിട്ട് വെക്കുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. ഇപ്പൊ ഇനിയും എന്റെ പ്രോജക്ട്സ് വരുന്നതെല്ലാം നിങ്ങൾ കാണണം. ഇപ്പം സാഹസം എന്ന് പറഞ്ഞ മൂവി, അത് മോസ്റ്റ് പ്രോബബ്ലി ഓണം റിലീസ് ആയിരിക്കും. എനിക്കറിയാം ഒരുപാട് നേരത്തെയാണ് ഞാനിത് പറയുന്നത്. അത് മാത്രമല്ല, ഏത് മൂവി വന്നാലും നിങ്ങളെല്ലാം പോയി കാണണം, എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. താങ്ക് യു. ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോ കമന്റ് ഇട്ടാലും അല്ലെങ്കിൽ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയച്ചാലും കൃത്യമായ മറുപടി തരൂ എന്നുള്ള 100% ഉറപ്പുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും. അപ്പൊ പ്രൈം പോഡ്കാസ്റ്റിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രിയതാരം ടെസ്സയാണ്, എന്റെ പ്രിയപ്പെട്ട ടെസ്സാപ്പി. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഒത്തിരി നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളായി കാണാനുള്ള ഭാഗ്യം ഞങ്ങൾ പ്രേക്ഷകർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ.